ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീല കയറി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ പറയാണ്, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിയേക്ക്. ഇനി അമ്മയുടെ മുന്നിൽ അനുപമക്ക് കൊടുക്കുന്ന പണത്തെ കുറിച്ച് സംസാരിക്കില്ല. അത് നമുക്ക് എങ്ങനെയെങ്കിലും വഴി കണ്ടെത്താം. അപ്പൊ സത്യം പറയുന്നുണ്ടല്ലോ, എന്റെ സ്വർണ്ണം ഉണ്ടല്ലോ അതെടുത്ത് കണ്ടെത്താം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുശീല അകത്തോട്ട് കയറി വരുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടി പുറത്തോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. ഇതെന്താ എല്ലാവരും കൂടി ഒരുമിച്ച്? അമ്മേ, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് സത്യൻ അവിടെ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടോടെ തന്നെ എന്താണാവോ ഇത്ര വല്ലാത്ത സന്തോഷം? അതെ, പ്രതിഭയും കൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിലോട്ട് പോകണം. പ്രതിഭയ്ക്ക് ഇന്ന് കിറ്റ് പരിശോധിച്ച് നോക്കുമ്പോ അവൾക്ക് വിശേഷമുള്ളതായി കാണിച്ചു. എടാ, ഡോക്ടർ അടുത്തോട്ട് പോകുമ്പോഴാടാ നീ എന്നോട് വന്നിട്ട് വിശേഷം പറയുന്നത്. നീ എന്ത് മോനാടാ? അത് കേട്ടോടെ തന്നെ സത്യൻ പറയണ, അമ്മ ഇപ്പൊ അറിഞ്ഞതുള്ളൂ. അത് അറിഞ്ഞോടെ തന്നെ അമ്മയോട് പറഞ്ഞു, ഇനി ഇവിടെ ഒന്ന് ഡോക്ടറെ കാണിച്ച് ഒന്ന് കറക്റ്റ് ആണോ എന്നുള്ളത് അറിയണമല്ലോ എന്ന് പറഞ്ഞു. അത് നീ പറഞ്ഞത് ശരിയാണ്. അപ്പൊ സുശീലയുടെ മനസ്സിൽ ഒരുപാട് ലഡുകൾ പൊട്ടുന്നുണ്ട് കേട്ടോ. കാരണം തീർച്ചയായും തന്റെ ഉള്ളിലുള്ള പദ്ധതി പുറത്തു വരണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആരും അറിയാതെ ഇവളെ താൻ കൊണ്ടുപോയാലോ എന്ന ആ ഒരു തോന്നൽ സുശീലക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് സുശീല പറയാന്, എടാ നിനക്ക് ഇന്നിപ്പോ ട്രാവൽസിലോട്ട് പോകാനൊക്കെ ഇല്ലേ? അതിനേക്കാൾ വലിയ വിശേഷപ്പെട്ട കാര്യമല്ലേ അമ്മ ഇത്? പ്രതിഭയൊന്ന് ഡോക്ടറെ കാണിച്ച് കറക്റ്റ് ആണോ എന്നുള്ളത് അറിയല്. അത് കേട്ട ഉടനെ തന്നെ സുശീല പറയാൻ, ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്റെ പേരക്കുട്ടിയാണല്ലോ, ഒന്നല്ലെങ്കിൽ ഇവളുടെ വയറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവളെ കൊണ്ടുപോയി പരിശോധിച്ച് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വരാം. അതിൽ നിനക്ക് എതിർപ്പുണ്ടോ എന്ന് ചോദിക്കാനിട്ട. അത് കേൾക്കുന്ന സത്യനും സോനയും ഒന്ന് ഞെട്ടിപ്പോവാണ്. ഈശ്വര, തന്റെ അമ്മ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ വേണ്ടി എത്ര നാളായി കൊതിച്ചിരിക്കുന്ന ആ ഒരു സത്യം അറിയുമ്പോ അതിനെന്താ അമ്മ കൊണ്ടുപോയിക്കോളൂ, അതിൽ സന്തോഷമേ ഉള്ളൂ എന്നും പറയുന്നു കേട്ടോ. പിന്നീട് പ്രതിഭയോട് പറയുന്നുണ്ട്, പ്രതിഭ എന്തായാലും പ്രശ്നങ്ങളൊക്കെ പരിഹാരമായെന്ന് തോന്നുന്നു. ഈ കുഞ്ഞിന്റെ വരവ്, ഈ വീട്ടിലെ അമ്മയുടെ മാറ്റമൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പ്രതിഭ പറയാണ്, എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ പോയിക്കോ, അമ്മ എന്തെങ്കിലും മനസ്സിൽ കരുതിയല്ലാതെ അമ്മ ഇത് പറയില്ല എന്നും പറയുന്നുണ്ട്. പിന്നീട് സത്യനെ സുശീല വിളിക്കാണ്, നീ ഇവിടെ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. പ്രതിഭ, നീ പോയിട്ട് ഡ്രസ്സ് മാറിയേക്ക് എന്നും പറഞ്ഞിട്ട് പ്രതിഭയെ ഉള്ളിലോട്ട് പറഞ്ഞേക്കുകയെ മനഃപൂർവ്വം പ്രതിഭയെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി സുശീല സത്യനോട് ചോദിക്കാണ്, എന്താടാ നിന്റെ ഹനു ചേച്ചി എന്ന് പറയുന്നവർക്ക് കൊടുക്കാനുള്ള പണം നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോ? അത് കേട്ട ഉടനെ, അമ്മ അതിനെ കുറിച്ച് ഇന്ദ്രേട്ടനെ അറിയുള്ളൂ. എന്തായാലും അമ്മ ഡോക്ടറെ അടുത്തോട്ട് പോയിട്ട് ഇനി എന്തെങ്കിലും എന്റെ അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അമ്മ എനിക്ക് വിളിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ, ശരി ഞാൻ വിളിച്ചോളാം എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് ഇവര് മാറി നിന്ന് സംസാരിക്കുന്ന പ്രതിഭ കാണുന്നുണ്ടല്ലോ. അപ്പൊ പിന്നീട് സത്യേട്ട, എന്തായാലും അമ്മ ഇത് നല്ല രീതിയിൽ അംഗീകരിച്ചത് കൊണ്ട് തന്നെ ഇനി അമ്മ തന്നെ ഡോക്ടറെ അടുത്തോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന തീരുമാനം സോനയും പറയണേട്ടോ. പിന്നീട് ദയയാണ് കാണിക്കുന്നത്. ദയയും അനിതയും കൂടി ബാങ്ക് ലോക്കറിൽ പോയിരിക്കുകയാണ്. അപ്പൊ ദയയുടെ ഉള്ളിലെ അതിമോഹം, ആ ആർത്തി, ഇത് എത്ര പവൻ, ഇത് 20 പവൻ തന്നെ ഉണ്ടാവുമോ? ഒരു പക്ഷേ ധനേട്ടൻ പറഞ്ഞതുപോലെ ഇതിന് മാറ്റി കുറഞ്ഞ സ്വർണമായിരിക്കുമോ എന്നൊരു തോന്നലൊക്കെ ഇങ്ങനെ അനിതയോട് ഇങ്ങനെ പറയണേട്ടാ. അത് കേട്ട ഉടൻ തന്നെ ദയോട് അനിത പറയാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, വെറുതെ ധനേട്ടന്റെ വാക്കുകൾ വിശ്വസിക്കാതെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ, ഇല്ല, ധനേട്ടൻ ചില കാര്യങ്ങൾ പറയുന്നതിൽ സത്യമുണ്ട് അനിതേച്ചി, എനിക്കങ്ങനെ പലതും തോന്നാറുണ്ട്. ഇപ്പോ ഹർഷയുമായുള്ള ഇന്ദ്രേട്ടന്റെ ബന്ധം അത് കണ്ടില്ലേ, അതിൽ ചില സത്യങ്ങളുണ്ട്. ഇതിപ്പോ പരിശോധിച്ചിട്ട് ലോക്കറിൽ വെക്കുന്നതല്ലേ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോ അത് നിന്റെ ഇഷ്ടം, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയണേട്ടാ. അങ്ങനെ ഇവരൊരു സ്വർണ്ണക്കടയിലോട്ട് പോവാണ്. പിന്നീടാണെങ്കിലോ ഈ ഒരു സ്വർണം പരിശോധിക്കാൻ പറയുമ്പോ തന്നെ അവരിത് കണ്ടപാടെ അവരുടെ മുഖഭാവമൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം ദയ, ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ധനേട്ടൻ പറഞ്ഞതുപോലെ പോലീസിൽ പിടിക്കപ്പെടുമോ, കള്ളസ്വർണ്ണമായിരിക്കും, അങ്ങനെയൊക്കെ പല തോന്നലുകൾ ദയക്കുള്ളിൽ തന്നെ ഇങ്ങനെ വന്നു തുടങ്ങും കേട്ടോ. ഈ സമയം ദയ ചോദിക്കും, ഇത് എത്ര വെയിറ്റ് ഉണ്ട് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പൊ അവര് പറയണേ, കുട്ടി, ഇത് മാറ്റി കുറഞ്ഞ സ്വർണമാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ അത്ര തൂക്കൊന്നും ഇതിനില്ല. ഇത് 2-3 പവനേ ഉള്ളൂ. എന്താ നിങ്ങൾ പറയുന്നത്? 20 പവനുള്ള സാധനം 2-3? അതെ, മാറ്റി കുറഞ്ഞ സ്വർണം, അത് 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് പറയണേട്ടോ. അതങ്ങ് കേൾക്കുമ്പോ ദയ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. പിന്നീട് ദയക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ദയ വീണ്ടും ചോദിക്കാൻ, നിങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ, കുട്ടി, ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ സ്വർണ്ണക്കടയിലോട്ട് ഇങ്ങനെ ഓരോന്നുമായിട്ട് ഇങ്ങനെ വരരുത്. ഇത് ഈ ഭംഗിക്കും അതിനും ഇതിനൊക്കെ വേണ്ടി ആഡംബരം കാണിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി എടുക്കുന്ന സ്വർണ്ണങ്ങളാണെന്ന് പറയുന്നിട്ടോ. ഇത് കേൾക്കുന്ന ദയ ഒന്നും കൂടി പറയൂ, ഇത് എൻ്റെ അമ്മയുടെ അവകാശത്തിൽ നിന്ന് കിട്ടിയ സ്വർണ്ണമാണിത്, ഇത് വിൽക്കാനല്ല, ഇത് ലോക്കറിൽ വെക്കാനാണ്, ഇത് എനിക്ക് മനസ്സിലൊരു സംശയം തോന്നിയത് കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയും.
പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പറയുന്നത് സത്യമാണ്, ഇനി നിങ്ങൾക്ക് വേറെ ഏത് ജ്വല്ലറിയിലും പോയി പരിശോധിച്ചാലും ഇത് തന്നെ ആയിരിക്കും ഉത്തരം എന്ന് പറയാം കേട്ടോ. പിന്നീടാണെങ്കിലും ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത്രയും വലിയൊരു സങ്കടം ദയക്കുള്ളിലാവുകയാണ്. അങ്ങനെ ദയ നേരെ ചീരുവിന്റെ അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ അനിത പറയുന്നുണ്ട്, ദയ നീ എങ്ങോട്ടാ? ചേച്ചി ഈ സ്വർണവും പോയെ അങ്ങോട്ടേക്ക് പോയിക്കോ, ധനേട്ടന്റെ വാക്കുകൾ എത്ര സത്യമാണെന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ഒരാളെ കാണാനുണ്ട്, ദയ നീ പ്രശ്നത്തിന് ഒരുങ്ങണ്ട. ഇല്ല ചേച്ചി, ചീരി ചേച്ചിയോട് ഈ സത്യങ്ങൾ പറയണേ, അല്ലെങ്കിൽ ചീരി ചേച്ചി ഇനി അബദ്ധത്തിൽ ചെന്ന് ചാടരുതെന്ന് കരുതിയാണ്. കാരണം ചീരി ചേച്ചി ഒരു കടയെടുക്കാൻ തുടങ്ങുകയാണ്, അത് വേറെ ഒരാളുടെ സ്വർണം വെച്ചാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള സത്യം അറിയാവുന്നതല്ലേ. അപ്പൊ ചീരി ചേച്ചി വിവരം അറിയിക്കണമെന്ന് പറയാം കേട്ടോ. പിന്നീട് ഒന്നും നോക്കില്ല, നേരെ ചീരുവിന്റെ അടുത്തോട്ട് ദയ എത്താണ്. അപ്പൊ ചീരുവാണെങ്കിൽ ആഹാ ദയ നീ ഒറ്റയ്ക്കുള്ളൂ, ഉണ്ണിക്കുട്ടനൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പോ ഇല്ല, ഞാൻ ചേച്ചിയോട് വേറൊരു കാര്യം പറയാൻ വന്നതാണ്. എന്ത് കാര്യം? നമ്മൾക്ക് അമ്മയുടെ അവകാശമായി കിട്ടിയില്ല ആ സ്വർണം ഒരു ഗ്രാം, ഒരു 2 പവന്റെ അടുത്ത് പോലും ഒന്നും ഇല്ലെന്നാ പറയുന്നത്. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണമാണെന്ന് പറയുന്നിട്ടോ. ഇത് കേൾക്കുന്ന ലംബോദരനാകെ ഞെട്ടിപ്പോവാണ്. കുട്ടി നീ എന്താ ഈ പറയുന്നത്? അതെ, എന്നോട് ഈ സ്വർണം കൊണ്ടുവന്ന പാടെ എന്റെ വീട്ടിലെ ധനേട്ടനുണ്ടല്ലോ, അവരെന്നോട് ഇങ്ങനെ സംശയം പറഞ്ഞു, ഇതിങ്ങനെ മാറ്റി കുറഞ്ഞ സ്വർണമാണെന്ന് അവരെന്നോട് സംശയം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ ആ ഒരു സംശയം വെച്ച് ഞാൻ നേരെ സ്വർണ്ണക്കടയിലോട്ട് കൊണ്ടു നോക്കിയതാണ്. അപ്പോഴാണ് ഈ സത്യം എനിക്ക് അറിഞ്ഞത് എന്ന് പറഞ്ഞിട്ടോ. ഇത് കേൾക്കുന്ന ലംബോദരനെ അംഗീകരിക്കാൻ കഴിയില്ല. ലംബോദരൻ ആ സ്പോട്ടിനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് വിനയനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം വിനയ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി ആ പണം എടുക്കാൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ പണം എടുക്കാൻ പാടില്ല എന്ന നിലപാടാണ്. തൻ്റെ മകളോട് താൻ ഉത്തരം പറയണല്ലോ, അതുകൊണ്ട് തന്നെ അത് പാടില്ലെന്ന് കരുതി തന്നെ വിനയൻ അവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ അരികിലോട്ട് ഓടാണ്. ഇതേ സമയം ചീരു പൊട്ടിക്കരയാണ്. അപ്പോൾ ലതികയാണെങ്കിലോ ഈശ്വര ഇനി വിനയൻ എന്തായി തീയോ എന്ന് പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ സമയം ചീരു പെട്ടെന്ന് പറയാണ്, മാമൻ പെട്ടെന്ന് മാമന്റെ മകളുടെ സ്വർണ്ണം ഇതിൽ നിന്ന്, അപ്പോഴേക്കും പോക്ക് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ദയേ നീ ചെയ്തത് ഒരു നല്ല കാര്യമാണ്, അല്ലായിരുന്നെങ്കിൽ ഇനിയിപ്പോ അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ ഈശ്വര പെട്ടേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ വിനയന്റെ അരികത്തോട്ട് ഓടി ചെല്ലാണ് ലംബോദരൻ. ബാങ്കിൽ നിന്ന് പണം എടുക്കുമ്പോഴേക്കും അത് തടയാൻ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ വിനയ നീ ഒന്ന് വന്നേ. എന്താ അമ്മാവ, ഇനി ഇപ്പൊ പണം എടുക്കണ്ട, അതെന്താ, അതൊക്കെ ഒരു കാര്യമുണ്ട്, നീ വീട്ടിലോട്ട് വന്നേ എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോ അമ്മാവൻ കാര്യം പറ എന്ന് പറഞ്ഞ ഉടനെ, എടാ നിനക്ക് കന്യാശ്ശേരി മനയിൽ നിന്ന് കിട്ടിയ 20 പവന്റെ സ്വർണമില്ലേ, ആ സ്വർണം മാറ്റി കുറഞ്ഞ സ്വർണമാണെന്ന സത്യം വെളിപ്പെടുത്താണ് കേട്ടോ. ഇതങ്ങ് കേൾക്കുന്ന വിനയൻ അങ്ങ് ഭ്രാന്ത് പിടിച്ചതുപോലെ ആവുകയാണ്. തന്റെ സൈക്കോ സ്വഭാവം ഉള്ളിൽ ഒതുക്കി വെച്ചത് പുറത്തോട്ട് വരികയാണ്. അങ്ങനെ വിനയൻ സ്പീഡിൽ വണ്ടി ഓടിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ലംബോദരൻ പിറകെ വരികയാണ്. ലംബോദരൻ ബൈക്കുമായി നേരെ വീട്ടിലോട്ട് വരികയാണ്. ഓട്ടോ വിളിച്ച് വിനയന്റെ കൂടെ എത്തണം കേട്ടോ. പിന്നീട് ഓടി വന്ന് ചീരുവിന്റെ അടുത്തോട്ടാണ് വരുന്നത്. ആ വരവ് കാണുമ്പോൾ തന്നെ ലതികക്ക് പേടിയാവുന്നുണ്ട്. അപ്പൊ ചീരുവിനോട് പറയുന്നുണ്ട്, മോളെ അവന്റെ വരവ് ശരിയല്ലല്ലോ, അവൻ ഇനി പഴയ വിനയനായോ എന്ന് ചോദിക്കുമ്പോ അമ്മയുടെ മകൻ എന്നോ പഴയ വിനയനാണ് എന്നെനിക്കറിയാം എന്ന ഭാവത്തിൽ ഇങ്ങനെ ചീരു നിൽക്കുമ്പോ, എടി നീ ഒറ്റരുത്തി കാരണമല്ലേ ഞാൻ ഈ ഗതികേടിൽ പെട്ടത്, നീ ഒറ്റരുത്തി കാരണമല്ലേ എന്ന് പറഞ്ഞിട്ട് വിനയൻ ചീരുവിനെ പൊക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോ ലംബോദരനെ കളി അടങ്ങില്ല കേട്ടോ. ലംബോദരൻ ഓട്ടോയിൽ നിന്ന് ഓടി വന്ന് വിനയനെ തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നീ ആ പെൺകുച്ചിനെ തൊട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവൻ ഞാൻ എടുക്കൂടാ. എടാ ആ പെൺകുച്ചി നിനക്ക് ഒന്നും അറിയാതെ നിനക്ക് അവളുടെ സ്വർണം, അവളുടെ ഏട്ടത്തിയുടെ സ്വർണം നിന്റെ കൈകളിൽ വെച്ച് തന്നിട്ട് അവൾ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് എന്നോട് പോവാൻ ആവശ്യപ്പെട്ടിട്ട് നീ ഇതുമാതിരി പ്രവൃത്തിയാടാ ചെയ്യുന്നത്. പിന്നെ അമ്മാവ ഞാൻ എന്ത് ചെയ്യണം? ആ കട എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അതെന്റെ കയ്യിൽ കിട്ടുന്ന സമയത്തല്ലേ അതെല്ലാം എനിക്ക് നഷ്ടമായത്. അതെന്താ അമ്മാവൻ ആലോചിക്കാത്തത്? എടാ അത് എൻ്റെ മകളുടെ പണമാണ്, എൻ്റെ
മകളുടെ സ്വർണം പണയപ്പെടുത്തിയിട്ടാണ് ഈ പരിപാടിക്ക് നിന്നതെന്ന് നീ മറന്നോ? ഈ പറയുന്ന ചീരു അവൾക്ക് അവളുടെ അമ്മയുടെ സ്വർണം കിട്ടിയിരിക്കുന്നത് 20 പവനാണെന്ന് കരുതിയിട്ടില്ല ഇതൊക്കെ ചെയ്യാൻ ഒരുങ്ങിയത്. അവൾക്ക് പോലും അറിയില്ല ഇതിൽ എന്തൊക്കെ ചതികളുണ്ട് എന്ന് പറയുമ്പോൾ ദയം പറയാണ്, ശരിയാണ്, ഇതിൽ എന്തൊക്കെ ചതികൾ ഉണ്ടെന്ന് പറയട്ടോ. പക്ഷെ വിനയന്റെ സ്വഭാവം മാറി. ഇനി വിനയൻ പെൺകുട്ടികളെ സ്നേഹിക്കുന്ന ആ പ്രവൃത്തിയൊക്കെ ഇനി നിന്ന് വിനയൻ ഒരു പഴയ വിനയനിലോട്ട് തന്നെ പോവാൻ കേട്ടോ.